ക്രിസ്മസ് കുറച്ച് സ്പെഷ്യലാണ്. കാരണം പപ്പയും അമ്മയും ഞങ്ങളെ വിസിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഓസ്ട്രേലിയ വന്നിട്ടുണ്ട് 1 മാസത്തിനായിട്ട്. അപ്പോൾ ക്രിസ്മസിന് ഞങ്ങൾ പോയത് ആർച്ച് ബിഷപ്പിൻ്റെ കുർബാന കാണാൻ വേണ്ടിയിട്ട് സെൻറ്റ് മേരീസ് കത്തീഡ്രലിലാണ്. അപ്പോൾ അങ്ങനെ മിഡ് നൈറ്റ് മാസൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് കിടന്നുറങ്ങി. രാവിലെ നല്ല അപ്പോ സ്റ്റൂ അമ്മ ഉണ്ടാക്കി. അപ്പോൾ അപ്പത്തിന് ഞങ്ങൾ തലേദിവസം കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അപ്പോ സ്റ്റൂ ആയിരുന്നു രാവിലത്തെ കലാപരിപാടിയല്ല, ബ്രേക്ക്ഫാസ്റ്റ്. ഇതായിരുന്നു സ്റ്റൂ. നല്ല അടിപൊളി നല്ല കൊഴുത്ത സ്റ്റൂ ആയിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അതും കാപ്പിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഉണ്ടാക്കുന്നത് ഒരു ചെറിയൊരു സിമ്പിൾ ഡെസേർട്ട് കേട്ടോ. ഒരു കോക്കനട്ട് ക്രീമും മാംഗോവും പാഷൻ ഫ്രൂട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഡെസേർട്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണിച്ചിട്ടുണ്ട്. വലിയ എഫേർട്ട് ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന റിസൾട്ട്. ഇങ്ങനെ ഒരു 3 ലെയറിലാട്ടോ വരുന്നത്. എന്നിട്ട് അത് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് കോഫിക്ക് നമ്മൾ ക്രിസ്മസ് കുക്കി കൊടുത്തു കേട്ടോ. അവനും ക്രിസ്മസ് ആവണ്ടേ. അത് കഴിഞ്ഞ് ലഞ്ചിന് മുന്നേ നമ്മൾ ചെയ്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ റമ്മി കളിക്കുകയായിരുന്നു. ഭയങ്കര തകർപ്പൻ റമ്മി കളിയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ ഫ്രണ്ട് രേണു ഞങ്ങളെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഭയങ്കര റമ്മി കളിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി ഇന്ന് കഴിക്കാനുള്ള ബിരിയാണി ഇന്നലെയും ഞങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. തലേ ദിവസത്തെ ബിരിയാണിക്ക് ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആണല്ലോ. അപ്പം ഞങ്ങൾ നല്ല ബീഫ് ബിരിയാണി ഉണ്ടാക്കിയത്. രേണുവിന് വെജ് ആയതുകൊണ്ട് രേണുവിനുള്ള വെജ് ഫുഡും ഉണ്ടാക്കി. അങ്ങനെ ലഞ്ച് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഡെസേർട്ടും കഴിച്ചു കേട്ടോ. അപ്പോഴത്തേനും വൈകുന്നേരമായപ്പോഴത്തേനും പിന്നെ ഞങ്ങൾ കോഫീനെ ഒന്ന് ഡോഗ് പാർക്കിൽ കൊണ്ടുപോയി. അവൻ്റെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അവൻ്റെ ഫ്രണ്ട്സുമായിട്ട്. അങ്ങനെ ഡോഗ് പാർക്കിൽ കൊണ്ടുപോയി. അവനും ഭയങ്കര ഹാപ്പിയായി. അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി തിരിച്ചു വന്നിട്ട് പിന്നെയാണ് ഞങ്ങൾ കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പം ഞാനൊരു സിമ്പിളായിട്ട് പെട്ടെന്നൊരു കപ്പ് കേക്ക് ഉണ്ടാക്കി. അപ്പം ഞാനും രേണുവും കൂടെയാണ് കപ്പ് കേക്ക് ഉണ്ടാക്കിയത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങി വരുന്ന സമയമാണ് കേട്ടോ. ആ സമയത്ത് വീട് നിറച്ച് ഫുൾ ഫ്രഷ്ലി ബേക്ക്ഡ് കേക്കിൻ്റെ മണമായിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല വൈനും മൊസ്കാറ്റോ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ചിയേഴ്സ് അടിച്ച് രാത്രിയാണ് ഞങ്ങൾ വൈനും കേക്കും കുടിച്ചത്. അത് കഴിഞ്ഞ് പിന്നെയും റിപ്പീറ്റ്. രാവിലെ കോഫിയുടെ കൂടെ ഞങ്ങൾ അഗെയിൻ ആ കപ്പ് കേക്ക്സ് 2 കഴിച്ചിട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ, അല്ലാണ്ട് രാവിലെ തന്നെ അല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയും റിപ്പീറ്റ്. പിന്നെയും റമ്മികളി, അടുത്ത സെറ്റ് റമ്മികളി. പോയിൻ്റൊക്കെ എഴുതിയിട്ടുള്ള കളിയാട്ടോ. പ്ലസ് ക്രിക്കറ്റും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്രിക്കറ്റും കണ്ട് ആരാണ് റമ്മി ചാമ്പ്യൻ എന്ന് ഞങ്ങൾ കണ്ടുപിടിക്കുകയായിരുന്നു. ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ റമ്മി കളിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇപ്രാവശ്യത്തെ സ്പെഷ്യലായിട്ടുള്ള ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ബിലേറ്റഡ് ഹാപ്പി ക്രിസ്മസ്.